വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് ഇസ്മൈൽ. ഏതായാലും നമ്മുടെ പുതിയ പോഡ്കാസ്റ്റാണ്. ഈ ഒരു പോഡ്കാസ്റ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ട്രാവലിംഗ് പോഡ്കാസ്റ്റാണ്. അത് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മെത്തേഡല്ല എന്നുള്ള ഒരു വ്ളോഗാണ്. പക്ഷേ അതല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോമിസ് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വ്ളോഗ് പോലത്തെ കുറച്ച് പരിപാടികൾ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് ഈ പോഡ്കാസ്റ്റ്. വ്ളോഗിലോട്ടും ഉള്ളൊരു പാലം അങ്ങനെ ഒത്തിരി വെച്ചാൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഈ കാര്യമായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ട്രിവാൻഡ്രം പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ജേണിയും പിന്നെ ജേണിയിലുണ്ടായ മെമ്മറീസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇങ്ങോട്ട് അവിടെ നിന്നല്ല, അവിടെ ഇങ്ങോട്ട് വരട്ടെ. ഏതായാലും നമുക്ക് യാത്രയെ കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ എപ്പിസോഡ് മെയിൻലി ആ ഒരു കൈൻഡ് ഓഫ് ആണ്. നിങ്ങൾക്കറിയില്ല, ഇങ്ങനെ പല പല ഏരിയയിലൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് പിങ്ക് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക വെച്ചാൽ അത്ര അറ്റൻഷൻ ടു ഡീറ്റെയിൽ കുറവായിരിക്കും. അങ്ങനെയല്ല, അപ്പോൾ ഒരുപാട് കളേഴ്സ് ആകുമ്പോൾ അതിൻ്റെ മാച്ചിങ് അതിൻ്റെ അത് നോക്കണം. മോസ്റ്റ് കളേഴ്സ് നോക്കിയാൽ മതി. അപ്പം അതുകൊണ്ട് കൂടിയാണ്. അപ്പം ഏതായാലും എൻഡ്ലെസ് ആയ യാത്രകളാണ്. അപ്പം നമ്മൾ ട്രിവാൻഡ്രം ട്രിപ്പ് പോയ ഒരു കഥയും അല്ലെങ്കിൽ ട്രിപ്പുകളെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയാനാണ് വരുന്നത്. അല്ലെങ്കിലും പുതിയ ആർക്കാണ് ട്രിപ്പ് ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല കേട്ടോ, ഒരു ഭയങ്കര ഏജ്ഡ് ആയവരാണെങ്കിലും എന്നാലും ബേസിക്കലി എല്ലാവർക്കും ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക, അതൊരു അങ്ങനെ ടൈറ്റ് ടെമ്പറേച്ചറും അല്ലെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്തോട്ട് വരിക, അത്രയും തണുപ്പുള്ള സ്ഥലത്തോട്ട് വരിക, തണുപ്പില്ല കാലാണെങ്കിൽ നല്ല ഹോട്ടായിട്ടുള്ള സ്ഥലം, അങ്ങനെ പലതായിട്ട് ആൾക്കാർക്ക് എപ്പോഴും ജേർണി ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡേ ലൈഫ് അല്ലാത്തൊരു റൊട്ടീനിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൊണ്ട് ഇതിനാണെങ്കിൽ പോകുന്നൊരു പരിപാടി. അപ്പോൾ ഏതായാലും ഇന്നലെ ഞാൻ പോയതെന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നൊരവസ്ഥയായിരുന്നു. അപ്പം ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലായിരുന്നു ഇവൻറ്റ്സ് നടന്നത്. ബേസിക്കലി ഇതൊരു എന്താ പറയുക, അലോ ഭാരത്. നിങ്ങൾക്കറിയാം, ഞാനതൊരു പോസ്റ്റർ ഇപ്പോൾ ഇടാം. എൻ്റെ ഫേസും മിക്സ് ആൻഡ് മാച്ച് വീഡിയോസ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ കൈൻഡ് ഓഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് പറയാം അങ്ങനെ പുതിയ സംഭവത്തിൻ്റെ ഇതിൽ. ഏതായാലും നമ്മൾ ഇന്നലെ ജേണി തുടങ്ങിയത് ചേർത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. 6:30 ഗുരുവായൂർ ഇൻ്റർസിറ്റി അതിനാണ് നമ്മൾ പുറപ്പെട്ടത്. നമ്മുടെ ഏകദേശം എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വേ ഓഫ് മെത്തേഡാണ് ട്രാൻസ്പോർട്ടേഷനിൽ ഈ ട്രെയിൻ എന്നുള്ള സംഭവം. കാരണം എന്താ വെച്ചാൽ രസമാണ്. പ്രത്യേകിച്ച് തിരക്കോ ട്രാഫിക്കോ അങ്ങനെയില്ല. ഏകദേശം ടൈമിൽ എത്തും എന്ന് പ്രതീക്ഷിക്കും. അദ്ദേഹത്തിന് പറ്റിക്കാറുണ്ട്. ഇന്നലെ അങ്ങനെ ഇല്ലാണ്ട് ഒരു 10-20 മിനിറ്റിൻ്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അതൊരു രസമാണ് ഒരു കൈൻഡ് ഓഫ് ജേണി. എനിക്കറിയില്ല അത്തരത്തിലുള്ള ട്രെയിനാണ് പോകുന്നവരുണ്ട്, ശരിയായിട്ട് പോകുന്നവർ. പക്ഷെ ഒരു കൈൻഡ് ഓഫ് ഒരു വൈവാണ്. അത് നമ്മളൊരു 10:45 നമ്മൾ എത്തി തിരുവനന്തപുരം, ഓഫ് കേരള. വെളുപ്പായോ. ഏതായാലും ട്രിവാൻഡ്രം തിരുവനന്തപുരം അല്ലെങ്കിൽ പത്മനാഭനാണെന്നുണ്ടെങ്കിൽ ആണ്. ഏതായാലും നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോയത്. അപ്പം ഒരു 10 മണിയായ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തി. അതിൻ്റെ വിഷ്വൽസ് ആയാലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇടയിലൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നു. ഞാൻ അവിടെ പ്ലേസ് ചെയ്ത് എനിക്ക് അറിയത്തില്ല. അതുപോലെ എൻ്റെ ഫേസും അങ്ങനെ ഇങ്ങനെയാണല്ലോ. അപ്പം നമ്മളൊരു റെയിൽവേ സ്റ്റേഷനും പിന്നെ അതിൻ്റെ ഫ്രണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു സമയം ഇങ്ങനെ എത്തിയപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, ഞാനിപ്പം എനിക്കതിൻ്റെ ഇവൻ്റ് 3 മണിക്കാണ് വരുന്നത്. അതുവരെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ആളെ പേര് ഞാൻ വെളിപ്പെടുത്തേക്ക് വർഷമുണ്ടായിട്ടുള്ള ആവശ്യമില്ലല്ലോ. ഏതായാലും CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞാൻ അവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വാളിയ എങ്ങോട്ടെങ്കിലേക്ക് പോവാം, എനിക്ക് വയ്യാറിയത്തില്ല, കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ ഒരു ടൈം ഞാനൊരു പേട്ട ജംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. നമ്മളെ ഏകദേശം ഒരു 10-20 മിനിറ്റ് കണ്ടിട്ട് പോസ്റ്റായിട്ടാണെങ്കിൽ അവനെ കണ്ടു, മീറ്റ് ചെയ്തു. ആദ്യം നമ്മൾ തീരുമാനിച്ചത് പത്മനാഭ ടെമ്പിൾ പോകാനായിരുന്നു. അപ്പം അങ്ങോട്ട് കാൽനടയായിട്ട് തന്നെ പോകുന്നില്ല, ചുവത്ത് എളുപ്പമാണ്, അടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി. ഒരു അറിയാലോ, വളരെ ട്രിവാൻഡ്രം അധികം ആൾക്കാർ സ്ഥിരമായിട്ട് പോകുന്നൊരു ഏരിയ കൂടെയാണ്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു സ്ഥലം, നമ്മൾ പത്മനാഭൻ്റെ മണ്ണ് ആണല്ലോ. അപ്പം പത്മനാഭ ടെമ്പിളിലോട്ട് അല്ലെങ്കിൽ പത്മനാഭ ക്ഷേത്രത്തിലോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുകയായിരുന്നു. നല്ല അപ്പൊരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവിടെ എത്താൻ ആ സമയത്ത് നല്ല മഴയൊക്കെ പെയ്തു.
വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റമായിരുന്നു. അത് കാണുമ്പോൾ ഇപ്പോൾ വെതറിൻ്റെ മാറ്റമാണെങ്കിലും പിന്നെ മഴയാണെങ്കിൽ നാളോടക്കത്തെ വെയിൽ, അത് ഭയങ്കര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലും മിനിറ്റ്സിനോട് കടന്ന കാര്യമായിരുന്നു. അപ്പോൾ ഏതായാലും 10 വർഷത്തോട്ട് എത്തി. പക്ഷേ എൻ്റെ ഫോട്ടോസും പക്ഷെ അതിൻ്റെ ഫോട്ടോയും ഞാൻ എത്തിയ പക്ഷേ വീഡിയോസ് അതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാരലി തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഒരു ഓവർവ്യൂ പോലെ എന്ന് പറയാം. ഏതായാലും നമ്മളവിടെ എത്തി, ഒരു ഫ്രൂട്ട് സർബത്തൊക്കെ കഴിച്ചു. സ്പെഷ്യലാണെങ്കിലും എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ കണ്ടു, അങ്ങനെ കഴിച്ചു. റിഫ്രഷിങ് ആയിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളവിടെ എത്തി. ഇനി അടുത്തത് എന്താ, കാരണം അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഒരു 11 മണി 11:30 ആയി. അപ്പോൾ നമുക്ക് ഇനിയും സമയം ബാക്കി അടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും അവരോട് ചോദിച്ചു. അപ്പോൾ ഏതായാലും പമ്പലെത്തി. നമുക്കൊരു പള്ളിയും ബീച്ചും കൊണ്ട് പിടിക്കാൻ വേണ്ടി ഭീമപള്ളി പോകാമെന്ന് വിചാരിച്ചു. കാരണം ഓൾമോസ്റ്റ് സെക്രട്ടേറിയറ്റ്, സൂ അല്ലെങ്കിൽ അങ്ങനെ സ്ഥലങ്ങൾ അത് ഓൾമോസ്റ്റ് ഞാൻ പണ്ടോട്ടേ കവർ ചെയ്തതാണ് ട്രിവാൻഡ്രം പോയ സമയത്ത്. അപ്പം ഭീമാപള്ളി അങ്ങനൊരു പോവാത്തൊരു സ്ഥലമാണ്. പിന്നെ മാലിക്കും അങ്ങനോട് കഥകളൊക്കെ ഉണ്ടായിട്ട് പടങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതല്ല അതൊരു സെറ്റാണെങ്കിലും ആ ഒരു കൈൻഡ് ഓഫ് തീം. അപ്പം അങ്ങനെ നമ്മുടെ KSRTC സ്വന്തം ഇലക്ട്രിക് ബസ് 2 രൂപയുള്ളൂ എങ്ങോട്ട് പോകാനാണെങ്കിലും അതിൽ കയറി. പിന്നെ അങ്ങനെ ഭീമാപള്ളി എത്തി. അപ്പം ഭീമാപള്ളി എന്ന് പറയുമ്പം അതൊരു കോസ്റ്റൽ റീജിയനാണ് ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ. അവിടെ ബീച്ച് ഒരു സൈഡിലുണ്ടാകും, ആ സൈഡിൽ തന്നെ അപ്പുറത്തൊരു പള്ളിയുണ്ട്. പള്ളിയിൽ മറന്നു, പള്ളിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ എയർപോർട്ടൊക്കെ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ആ എയർപോർട്ടിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ. അത് ക്യാപ്ചർ ചെയ്തില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും വേണ്ട, അറിയത്തില്ല. ഏതായാലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ട്രിവാൻഡ്രത്തുനിന്നൊരു നമ്മുടെ ജേർണിയുടെ ഒരു ഏകദേശം ഒരു 2 മണി 2:30 വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഏതായാലും അപ്പം നമ്മളൊരു കോസ്റ്റ്യൂം ഒന്ന് മാറിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ഫേവറേറ്റ് FC ബാർസലോണ. ഏതായാലും അപ്പം നമ്മളൊരു 2:30 ആയി സമയം അല്ലേ. ആ 2:30 നമ്മളിങ്ങനെ നീങ്ങി നമ്മൾ ടെക്നോ പാർക്ക് ലക്ഷ്യമാക്കി പോകേണ്ടി. അപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പം ഇവിടുന്ന് കഴിക്കണോ അവിടെ നിന്ന് കഴിക്കണമോ. പക്ഷെ ബേസിക്കലി നിങ്ങൾ ട്രിവാൻഡ്രം പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു വെജ് ഒരു കൈൻഡ് ഓഫ് ഡിഷസ് ആണെങ്കിൽ നിങ്ങളധികം ടൗണിൽ തന്നെ കഴിക്കാൻ നിൽക്കുക. പക്ഷേ നിങ്ങൾക്ക് നോൺ വെജ് കൈൻഡ് ഓഫ് ബിരിയാണി, മന്തി അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആണെങ്കിൽ സദ്യ കഴിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ 2:30 കഴിഞ്ഞ സമയം നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് എത്തും വേണം പ്രത്യേകിച്ച്. ആയാലും ആ ഇൻഫോ പാർക്കിൻ്റെ ഭാഗത്തോട്ട് എത്തോട്ട് നമ്മൾ ആയാലും പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു 3 മണീൻ്റെ ഇവൻ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 4 മണി ആയപ്പം കയറാൻ തുടങ്ങിയപ്പോൾ ടെക്നോ പാർക്കിൽ അല്ലെങ്കിൽ സൈബർ പാർക്ക് അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലോട്ടൊക്കെ പോയിട്ട് ടെക്നോ പാർക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം ട്രിവാൻഡ്രത്ത് ഇതിൽ പോയിട്ടില്ല. അറിയാം നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ഒരു വലിയ എല്ലാ കമ്പനീസ് TCSും അങ്ങനെ പലരും അവിടെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കൂൾ വാക്ക് അങ്ങനെ പോയി. ഒരു 3 മണി ഇവൻ്റ് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളായിരുന്നു. അപ്പം നമ്മൾ ഏതായാലും എത്തിയ സമയം അങ്ങനെ വലിയ ഇഷ്യൂസ് ആയിട്ടൊന്നും ഇല്ല. അങ്ങനെ ഇവൻ്റ് കയറിയിരുന്നു. അപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ വിഷയമായിരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്നത് അത് ഒരു സെൻട്രൽ പാർക്ക് ആണ് അതിന് വരുന്നത്. അതായത് അതിന് മെയിനായിട്ട് ഒരു കോൺഫറൻസ് റൂം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പരിപാടീസെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഒരു കൈൻഡ് ഓഫ് സ്റ്റേജാണ്, ഒരു എന്താ പറയുക പാർലമെൻറ്റ് ടൈപ്പ് ഓഫ് ഇതാണ്. ഒരു റൗണ്ടഡ് ആയിട്ടും അതേപോലെ തന്നെ താഴോട്ട് വരുന്ന രൂപത്തിലും. അവിടെ ഇവൻ്റ് സ്റ്റാർട്ടായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇവൻറ്റ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കൈൻഡ് ഓഫ് ബ്ലോക്ക് ചെയിൻ നിങ്ങൾക്ക് അറിയാൻ കയറത്തില്ല. നമ്മളൊരു Web3 അത് Web2 കയ്യിൽ അപ്ഗ്രേഡായ വേർഷൻസാണ് Web3. അപ്പോൾ അതും അതിൻ്റെ സ്റ്റാർട്ടപ്പ് പോസിബിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇതേപോലെ ഉച്ച സമയം വൈകിട്ടായിരുന്നു. നമുക്കൊരു സൺസെറ്റിൻ്റെ സമയത്ത് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി വിഷ്വൽസായിട്ട് അതിന് ചുറ്റുപാടും ആ ഒരു ഇത് നമുക്ക് ശരിയ സമയം കിട്ടിയപ്പോൾ അടിപൊളി ആയത് സ്പെൻഡ് ചെയ്യാൻ. അവിടെ തന്നെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിയും. അതിൽ വല്ലതിനെ വിഷ്വലി ആർക്കും എടുത്തിട്ടില്ല, അങ്ങനെ എന്തോ അങ്ങനെ തോന്നിയില്ല. പക്ഷേ അങ്ങനെ മോശക്കാരായിട്ടൊന്നുമല്ല കേട്ടോ. അപ്പം അവർ പ്രൈസും വേറെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു ഇഷ്ടമുണ്ട്. പരിചയപ്പെട്ടവരതാ സ്പോട്ടിഫൈയിൽ ഇടാന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ സ്പോട്ടിഫൈ യൂട്യൂബിൽ ഇടാന്നല്ല അതിലൊന്നും. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഫുൾ ടൈം വ്ളോഗ് എടുക്കാഞ്ഞത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയിസും അതും ഇതും ഒക്കെ എൻ്റെ അലമ്പാണ്. അതിൻ്റെ വോയിസുകളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇവൻ്റ് പോയി. പിന്നെ ഇവൻ്റ് കണ്ടിന്യൂ ചെയ്ത് പിന്നെ നമുക്കൊരു ഫുഡ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് സമയമായപ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു തിരിഞ്ഞു. പിന്നെ അവിടുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും സിറ്റി സെൻറ്ററിലോട്ട് എത്തണം എന്നുള്ളതാണ്. അപ്പം
ഒരു ജേണി തുടങ്ങുക, അവിടുന്ന് പോവുക, ആ സ്ഥലം എത്തുക എന്നൊക്കെ എൻ്റെ വൈബാണ്. അത് കഴിഞ്ഞിട്ട് നടന്ന് മടക്കം എങ്ങനെയെങ്കിലും ബാക്ക് ടു നമ്മളെ പഴയ ലൈഫിലോട്ട് എത്തുക. ഒരു വൺ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ നമ്മൾ എന്ന് ചെയ്യണ റൊട്ടീനല്ല, വേറെ സ്ഥലമാണ്, വേറെ ടൈപ്പ് ഓഫ് ഫുഡാണ്, ആൾക്കാർ, സംസാരം, അവരുടെ സ്വഭാവം ഒക്കെ വേറെ പറയണം. അപ്പം അങ്ങനെ ഒരു കൈൻഡ് ഓഫിലോട്ട് മടങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ട് തന്നെ ഇച്ചിരി സമയം കൂടെ എനിക്കുണ്ട്. 12 മണിക്കാണ് ട്രെയിന്, ഒരു 9 മണി ആയിട്ടുള്ളൂ. അപ്പം മാനവീയം എനിക്കറിയത്തില്ല, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു യൂത്ത് സെൻട്രിക് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ആണ്. യൂത്ത് എന്ന രീതിയിൽ അത്യാവശ്യം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഐ തിങ്ക് അവിടുത്തെ ഒരു സിറ്റി ഒരു ഇതാണത്, സിറ്റി മിഷ്യൻസാണ് മാനവീയം വരുന്നത്. അപ്പം അതിലോട്ട് പോകാൻ വിചാരിച്ചു. അതിന് മുന്നേ നമ്മുടെ ഫോട്ടോ പാർക്കോ എക്സാക്ട് പേര് ഓർമ്മയില്ല, അവിടെ ഏതായാലും അവിടെ കുറേ വിസിറ്റ് ചെയ്തു. എന്നാലും ഒരു 10 മണിയൊക്കെ ആയി. 10 മണിയായിട്ട് നമ്മൾ മാനവീയത്തിലോട്ട് എൻ്റർ ചെയ്യുകയായിരുന്നു. ഏതായാലും നമ്മൾ മാനവീയത്തിലോട്ട് എത്തിയല്ലോ. മാനവീയം എക്സാക്ട്ലി ഏതായാലും നല്ല അടിപൊളി സ്ഥലമാണ്. ലൈക്ക് ഭയങ്കര വലിയ കച്ചവടമൊക്കെ വാങ്ങുന്നില്ല. ഒരു സൈഡിൽ കുറച്ച് കച്ചവട പരിപാടികളുണ്ട്, ഒരു സൈഡിൽ ബാത്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നടപ്പാത എന്താണ് പറയുക, വലിയ രീതിയിലുള്ള. അപ്പം അവിടെ ഇവൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തത് സമയത്തോടെ നമ്മൾ പറഞ്ഞു ഏതായാലും ഒരു കണ്ടീഷൻ മിസ്റ്റേക്സിലാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ വന്നു. നമുക്കൊരു പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളി ഗിറ്റാറൊക്കെ ആയിട്ടുള്ള വന്ന ഒരാളാണ്. അതിനുള്ള ഗിറ്റാറ് കാണാം, നമ്മളേതായാലും പോകും. അപ്പം ആ പുള്ളിയും ഇതേപോലെ പുള്ളിക്ക് പാടുന്ന ആഗ്രഹം, പക്ഷെ മലയാള പാട്ട് പുള്ളിക്ക് ഭയങ്കര കുറവായിട്ടാണ്. പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സ് കൊളീഗ്സ് അല്ല, പക്ഷെ അവിടെ എന്നും ഇതേപോലെ നൈറ്റ് മീറ്റ് ചെയ്തതാണ്. ഞാൻ ഇന്നലെ പോയപ്പോൾ തന്നെ പലരും അവർക്ക് മുന്നേ പരിചയമുള്ളവരാണ്, അവർ സ്ഥിരമായിട്ട് ആ സ്ഥലത്തോട്ട് വരുന്നത്. അതിന് മുന്നേ എൻ്റെ റെസ്റ്റോറൻസ് എന്ന് വെച്ചാൽ മാനവീയം, എന്താ പറയുക, കുറച്ച് ട്രക്കും എന്ന് പറഞ്ഞില്ലെങ്കിലും മറ്റൊരു കൈൻഡ് ഓഫ് ഡാർക്ക് ഷെയ്ഡായിരുന്നു. അതിനൊരു കൈൻഡ് ഓഫ് ഇതായിരുന്നു 1-2 അപ്പം അങ്ങനെയൊക്കെ പോയി. പുള്ളി പാട്ട് പാടാൻ തുടങ്ങി. പുള്ളിക്ക് പാട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അത് പാടിത്തരുമോ ചോദിച്ചു. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള വർഷം അടിപൊളിയല്ലേ പാടി. അത് കഴിഞ്ഞ് പുള്ളി വേറെ സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഞാനും പുള്ളിയോടൊപ്പം പോയി. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് 12 മണിക്കാണ് ട്രെയിന്, വല്ലാണ്ട് സമയമില്ല. എന്നാലും തുടങ്ങിയ വെള്ളിയാഴ്ച അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് എല്ലാവരും അന്താക്ഷരി കളിക്കാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാവരും ഒരു കൂട്ടം ആൾക്കാർ ഒരു ജോയിൻ ചെയ്തു. എനിക്ക് പോകുമ്പോൾ ഞാൻ അതിൽ ആരെയും പരിചയമില്ല. എന്നാൽ എൻ്റെ അവിടെ എന്നിട്ട് ടി വി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പാട്ട് പാടി തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പലരൊക്കെ ആദ്യം പാട്ട് പെട്ടി പോലെ ലോഡ് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് നമുക്ക് അറിയണ രൂപത്തിനും പുതിയ പാട്ടുകളൊക്കെ നമുക്ക് അവർക്ക് 90s ഏറ്റവും ഏജിലായവരാണ്. എന്നാൽ അവർക്ക് അത്യാവശ്യം നല്ല പാട്ടുകൾ അറിയാം. 90s-ലും 2010s-ലും അറിയ പാട്ടുകളൊക്കെയാണ് അവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ നമ്മളതിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ടും പറഞ്ഞാൽ അങ്ങനെ ആയിട്ട് സമയം 12 മണി 12:15 എപ്പോഴും ഓർത്തയ്യോ എപ്പോഴും മിസ്സായത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം നോക്കി 3 മണിക്കാണ്. അപ്പം 3 മണിക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ അത് അതിൻ്റെ 5 ചില ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ബെറ്റർ അങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ലൈക്ക് നമുക്കൊരു ലൈഫിൽ എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചില കഴിയുമ്പോൾ കറ്റാണെങ്കിൽ അയ്യോ നമ്മളൊന്നും ആരെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ, നമുക്ക് പട്ടി വിലയാണല്ലോ, പുച്ഛാണല്ലോ അങ്ങനെ തോന്നുന്നല്ലോ. എന്നിട്ട് ആ സമയത്തൊക്കെ ആകുമ്പോഴും എന്നെ അറിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന പാടുകയില്ല, അതെടുക്കുക, അത് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് സപ്പോർട്ട് കാര്യങ്ങളൊന്നും അല്ലെങ്കിലും കൺസിഡറേഷൻ അതൊരു മാറ്ററാണല്ലോ. അപ്പം അതങ്ങനെ ഉണ്ടായപ്പം അടിപൊളിയായി തോന്നി. പിന്നെ ഏതായാലും തിരിച്ച് അവിടെ നേരെ ചെറുക്കല ഒന്നുറങ്ങി എണീറ്റ് എന്നിട്ട് നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു എപ്പിസോഡല്ലായിരുന്നു, പക്ഷെ എനിക്ക് ലാസ്റ്റ് തൊട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം അതാണ് ഉള്ളത്. മന്ത്ലി അല്ലെങ്കിൽ 2 വീക്സിൽ ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം, പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നേക്കും. ബൈ.